Hi all. Today we are going to discuss a poem Childhood by Rainer Maria Rilke. He was an Austro-German poet. He won worldwide recognition as a poet and philosopher. He was born in 1875. He was the only child of German-speaking parents in Prague. He had an unhappy childhood. He was compelled to attend a military boarding academy to become an officer. His father compelled him to attend a military boarding academy. And he found it too demanding, and it was beyond his capacity owing to his poor health. And his parents got divorced, so he left school, and this adversely affected his education. He matriculated from Charles University in 1895 and enrolled for courses in German literature and art history. Here we have to study poem Childhood. The poem Childhood was included in his book titled The Book of Pictures, and originally titled as Das Buch der Bilder, was published in 1902. See, title of this book was Das Buch der Bilder, and title was translated as Book of Images or the Book of Pictures. The poem reflects the typical tone and theme of Rilke's poetry. The poem Childhood speaks about two themes. There are two themes in the poem. One, loneliness, and another, passage of time. He had, we have already mentioned, an unhappy childhood days. പലപ്പോഴും ഈ കവിത അദ്ദേഹത്തിൻ്റെ ബുക്ക് ഓഫ് പിക്ചേഴ്സ് എന്ന കളക്ഷനിൽ നിന്ന് എടുത്ത ഒരു പോയമാണ് ദ ചൈൽഡ്ഹുഡ് എന്നുള്ളത്. ഇത് ഏകാന്തതയും അതുപോലെ തന്നെ സമയ സഞ്ചാരത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു കവിതയാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം സന്തോഷപൂർണ്ണമായിരുന്നില്ല, അസന്തുഷ്ടി നിറഞ്ഞതായിരുന്നു. ഫാദർ അദ്ദേഹത്തെ മിലിറ്ററി സ്കൂളിൽ ചേർത്തു ഓഫീസറാവുന്നതിന് വേണ്ടി. പക്ഷേ അത് അദ്ദേഹത്തിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അതുപോലെ തന്നെ ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പാരൻസ് ഡിവോഴ്സ് ആവുകയും അതും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള ബാല്യകാലത്തെക്കുറിച്ചുള്ള കവിതകളൊക്കെയും ഒരു ഹാപ്പി മോഡിലായിരിക്കും. പക്ഷേ ദിസ് പോയം ഈസ് ഇൻ ദ മോഡ് ഓഫ് ലോൺലിനെസ് ആൻഡ് സാഡ്. നമ്മളൊക്കെ പലപ്പോഴും പ്രതീക്ഷിക്കുക ഈ ഒരു തരത്തിലുള്ള ചൈൽഡ്ഹുഡിനെ കുറിച്ചുള്ള കവിതകളിൽ നമ്മളൊക്കെ ബാല്യകാലം ചെലവഴിച്ചതുപോലെയുള്ള കെയർ ഫ്രീ joyous period of childhood we may expect. But ഈ പോയം നമ്മെ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കി മാറ്റുന്നുണ്ട്. ഒരുപാട് മാനസികമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. He had an unpleasant childhood. So, those who had an unpleasant childhood, ഒരു സന്തുഷ്ടിയില്ലാത്ത ഒരു ബാല്യകാലമുള്ള ആളുകൾക്ക് ഈ ഒരു ബാല്യകാലത്തിൻ്റെ ഒരു ഗ്ലൂമിനെസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണാൻ കഴിയും. പലപ്പോഴും ഈ ഒരു കാലഘട്ടം
പെട്ടെന്ന് മറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കൂലും ഇത് ജീവിതത്തിൽ വിടാതെ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. So those days are being commented here as long childhood afternoons. Those days are completely banished now because they were sad days. The poem laments the speedy passage of time. പെട്ടെന്നുള്ള കാലത്തിൻ്റെ ഈ സഞ്ചാരത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ദുഃഖം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഖേദം, സങ്കടമാണ് ഇത് കവിത പറയുന്നത്. It was unhappy for the narrator. Even though the speedy disappearance makes him sad and confused, and he is thinking of these lost childhood days when rain comes. മഴക്കാലം വരുന്ന സമയമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നഷ്ടപ്പെട്ട ബാല്യകാലത്തെ അദ്ദേഹം ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷപാതം അല്ലെങ്കിൽ മഴ അദ്ദേഹത്തിന് ഒരു കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സാന്നിധ്യത്തിൽ പലപ്പോഴും അദ്ദേഹം തൻ്റെ അസന്തുഷ്ടി നിറഞ്ഞ ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുന്നു. ആ കാലത്ത് അദ്ദേഹം ഒരുപാട് ആളുകളെ കണ്ടുമുട്ടിയതും ഒരുപാട് ആളുകളെ പിരിഞ്ഞതും യൂണിയൻസും റീയൂണിയൻസും ഒക്കെ നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഈ ബാല്യകാലം. അദ്ദേഹം ഒരു ഏകനായ ഇടയനെപ്പോലെ തൻ്റെ ആട്ടിൻപറ്റങ്ങളെ അകലങ്ങളിൽ മേയ്ക്കുന്ന ഏകനായ ഇടയനെപ്പോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരു സുഹൃത്തോ മറ്റോ ഇല്ല. പരസ്പരം സംസാരിക്കാനും ഒഴിവ് സമയം ചെലവഴിക്കാനും ഒരു സുഹൃത്തോ മറ്റോ ഇല്ല. ആൻഡ് ഹി ഈസ് കൺഫ്യൂസ്ഡ് ഓവർ അൺസർട്ടൻ ഫ്യൂച്ചർ ആൻഡ് സ്പീഡി പാസേജ് ഓഫ് ടൈം ഇറ്റ് സെൽഫ്. അങ്ങനെ അദ്ദേഹം വളർന്നു വരുന്ന സമയത്ത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ ഒരു വർണ്ണങ്ങൾ നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ലോങ് ത്രെഡ്, അതിലേക്കുള്ളൊരു നൂല് പോലെ അദ്ദേഹം വർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പരുക്ക യാഥാർത്ഥ്യങ്ങളെയും സങ്കീർണതകളെയൊക്കെ അദ്ദേഹത്തിന് ഫേസ് ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന് ഇവയൊക്കെ എങ്ങനെ അതിജീവിക്കാം എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഹി ഡസ് നോട്ട് നോ ഹൗ ടു ഓവർകം ദീസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ലൈഫ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് തൻ്റെ ബാല്യകാലം പൂർണ്ണമായിട്ടും കാണാമറയത്താണ് എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയുന്നില്ല. So, the proverb time and tide waits for no man is very relevant while reading this poem, Childhood. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് എഡ്വാർഡ് സ്നോ ആണ്. എഡ്വാർഡ് സ്നോ had translated his collection of poems. He observes that these poems tend to epitomize what it means to characterize a mood, a stance, a cadence, a quality of voice, a way of looking. See, like all other poems, childhood is also an image that comes into an adult mind. Okay, these are some points regarding the poem Childhood. Okay, so we will come with another video with the explanation of the poem Childhood. Okay, thank you.